തല തെറിച്ച വരട്ടാക പാടുന്ന കൊട്ടാരമാണ്. രോമാഞ്ചത്തിൽ ഇതുവരെ കണ്ടില്ലല്ലേ? പറഞ്ഞല്ലേ രോമാഞ്ചം. ഒരു പട്ടി ഇവിടെ തോണ്ടേ കൊടുക്കണ മണ്ടയ്ക്ക് വിട്ടണം. മിണ്ടല്ലേ. ഓ എനിക്ക് രോമാഞ്ചം വരുന്നറാ. ചുമ്മാലല്ലോ ഇതിനെ രോമാഞ്ചം പട്ടി. നിന്റെ സ്വഭാവം എനിക്കറിയത്തില്ല. വെറുതെ എന്തേ ആരും കണ്ടില്ലേ കേറി നാണല്ലല്ലോടാ. ഇങ്ങനെ ഉരുണ്ടടിച്ചു വീഴാൻ പേടിത്തൂറി. പിന്നെ അല്ലാതെ അടുത്തും പറയല്ലേടാ. അയ്യോ ഇല്ല. എന്നാലേ ഇയാള് കണക്കിന് പൊട്ടിയാൻ അച്ഛനെ ഒപ്പിട്ട് കിട്ടിയോ? അതൊക്കെ ഒപ്പിട്ടിങ്ങ തന്നടാ. എങ്ങനെ ഒപ്പിച്ചടാ? എടാ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ്. അത് വലുതാക്കി എഴുതി കഴിഞ്ഞാൽ A+ എന്ന് വായിക്കുവേ. അച്ഛനാ നീ രാത്രി കണ്ണും പെടയൊന്നും കാണത്തില്ല. ഈ സമയത്താണേ ഞാൻ കൊണ്ട് കാണിച്ചത്. മാത്തമാറ്റിക്സ് A+ മാത്രമേ കണ്ടുള്ളൂ. ഒപ്പിട്ടിങ്ങ തന്ന്. ഇവിടെ ചതിയനു ഇതൊക്കെ പറ. ഇയാളും പൊട്ടിയല്ലേ, എങ്ങനെ ഒപ്പിച്ച്? ഞാൻ നിന്നെ പോലെ ആരെയും ചതിക്കാനും പോയില്ല, ബുദ്ധിമുട്ടിക്കാനും പോയില്ല. അച്ഛൻ്റെ ഒപ്പം ഞാൻ തന്നെ കിട്ടുന്നു. അച്ഛൻ്റെ ഒപ്പം എനിക്കറിയോ? ഇവിടെ അതൊക്കെ സിമ്പിളാടാ. എങ്ങനെ പിടിച്ചേ? ഞാനാണെങ്കിൽ കറിച്ചട്ടി കമത്തി വെച്ചിട്ട് കാലിന്റെ തള്ളറിനെ കൊണ്ട് കറക്കി പേപ്പറിനകത്ത് ഒരൊറ്റ കൂത്തു ഒപ്പം റെഡി. എടാ അതൊക്കെ ഓക്കെ, പക്ഷെ കൈയുടെ നല്ലവരുണ്ടല്ലേ പതിപ്പിക്കണ്ടേ? എടാ പൊട്ടാ, അച്ഛന്റെ വിരലിന്റെ വലിപ്പം കിട്ടണ്ടേ? അതൊക്കെ പോട്ട്. സൂര്യ നീയും ടെസ്റ്റ് പേപ്പർ ഓടിക്കുവാന്നോ? ആടാ ഇനിയെങ്കിലും എനിക്ക് ഫുൾ A+ മേടിക്കണം. സൂര്യ ബാലരമ പഠിച്ചാണ് ഇയാൾ A+ വാങ്ങിക്കുന്നത്. അതൊക്കെ ഇങ്ങോട്ടേ ഇതൊക്കെ പറയാനേ. നീ ഇന്ന് ഊത്ത് ഫെസ്റ്റിവലിന്റെ നാടകം പ്രാക്ടീസ് ചെയ്തോടാ. അയ്യോ ഇല്ലടാ, വാ ചെയ്യാ. ഈ ബസ് സ്റ്റോപ്പ് വെച്ചിട്ടാ. ഇതിനെ കൊണ്ട് അങ്ങനെയല്ലേ ഉപകാരം ഉണ്ടാവട്ടോ. ശരിയാ, വീട്ടിലോ ചെയ്യാൻ പറ്റിയില്ല. പ്രിയവല സ്നേഹികളെ, ഈയിടെ മാറിപ്പോയവരെ മാറിപ്പോയി. കാര്യം എന്തുവാ? പ്രിയവല സ്നേഹികളെ, ദേവസൂര്യ തിയേറ്റേഴ്സ് അവതരിക്കുന്ന നാടകത്തിന്റെ പേര് അച്ഛന് തെറ്റി കേട്ടോ. അച്ഛൻ നിന്റെ അപ്പൂപ്പന് തെറ്റി പേടഞ്ഞ് അടിച്ചാൻ പൊട്ടിക്കും. എടാ അക്ഷര തെറ്റ്. അതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അമ്മാവാ എവിടെ എന്റെ ചുമതലയോ? ചെറുക്കാൻ നീ തെറ്റിയോ? എടാ നാളെ കാണിക്കാനുള്ളയാ. ഓനെ അവൾ അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോയി. ഇതെന്തുവാടാ ജാതയ്ക്ക് കൊടിയും പിടിച്ചോണ്ട് വന്ന? അപ്പൂപ്പനെ എടാ എന്ന് വിളിക്കാതെ എന്റെ പൊന്നെ മോനെ. അപ്പൂപ്പനല്ലടാ, അമ്മാവനാടെ ഇറക്കാ നീ. അതൊന്നും ശ്രദ്ധിക്കൂലേ നീ. ബാക്കി പറ. അവളെ വിവാഹം കഴിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. അവളെ വിവാഹം കഴിക്കാനോ? നിനക്ക് തലയ്ക്ക് സുഖമില്ലേ? ചെറുക്ക അവളെ ഞാൻ നിനക്ക് അവളെ കെട്ടിച്ച് തരത്തില്ലടാ. അതെന്റെ ഡയലോഗ് ഇല്ലേ? നീയാ മൊത്തം തെറ്റിക്കുന്നെ. മാനേജ് നിന്നെ പോലുള്ള കിഴങ്ങന്മാർക്ക് ഞാൻ അവളെ കെട്ടിച്ച് തരത്തില്ലടാ. അമ്മാവാ സൈക്കിൾ ജാക്സനെ പോലെ ഡാൻസ് അറിയാവുന്നമാർക്ക് ഞാൻ അവളെ കെട്ടിച്ച് കൊടുക്കത്തുള്ളൂ. മൈക്കിൾ ജാക്സൺ എന്താണെന്നറിയാത്ത അമ്മാവനോ? പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇരണ്ടേടാ. എന്റെ ഉയിരിപ്പ് എടുത്തേന്. അതൊക്കെ അവരിട്ടോളും. ശരി നീ ചെയ്. മൈക്കിൾ ജാക്സൺ എന്താന്നോ നീ പാട്ടറായി. ഇവിടെ എന്റെ പാട്ടൊന്നും ഇല്ല. എടാ എന്റെ ബാഗിലുള്ള സ്പീക്കർ ഒളിച്ചു വെച്ചിട്ടുണ്ട്, അതിനകത്ത് കിട്ടേച്ചാ. ശരി എടാ ഇങ്ങനെ അമ്മമാര് കളിക്കത്തില്ലടാ. അയ്യോ പിടിച്ചവനെ ഞാനിവിടെ പോന്ന കിട്ടു വീണ്. അയ്യോ സോറി. വയസ്സാങ്കാലത്തോരെ ഇളക്കങ്ങൾ. അയ്യോ നമ്മുടെ ബസ്സല്ലേ പോയി. ഇവിടെ ശ്രദ്ധിക്കണം, അതവിടെ പോട്ട്. അമ്മാവ വിഷമിക്കാതെ മുകളിലേക്ക് പൊക്കോളൂ. അമ്മാവന്റെ സ്വത്തും സ്ഥലവും പെണ്ണും ഞാൻ നോക്കിക്കോളാം. പെണ്ണല്ലടാ മകളും. പറഞ്ഞ പോലെ മുളകും ഞാൻ നോക്കിക്കോളാം. ഓ എന്തായാലും ഞാൻ നോക്കിക്കോളാം. അയ്യാടാ സ്വത്തൊക്കെ നോക്കാൻ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഏതാ നാടകം അങ്ങ് പൊളിയും. ആണോ? അയ്യോ ഇതോടുകൂടി നാടകം സമ്പന്നമാകുന്നു. പറഞ്ഞതാകുന്നു. പൊന്നോടാ ഞാനൊരു കാര്യം പറയട്ടെ. എന്തുവാ? നാടകം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഇതോട് ബസ് ഒന്നുമില്ലല്ലേ? ആ പൊട്ടമുണാപ്പി നിന്നെ മണ്ട അടിച്ചാൻ പൊട്ടിക്കും. കുറച്ചും അതല്ലേ പറഞ്ഞ ബസ് പോയെന്ന്. എന്നാ പോയോ അതിനോട് തിരിച്ചു തരാൻ പറ. എടാ ഞാൻ വേറെ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ സീരിയസ് ആണ്. സീരിയസ് ആണെങ്കിൽ പോയി ആശുപത്രി കിടാം. അയ്യോ അമ്മ നമുക്ക് നടന്ന് സ്കൂളിൽ പോ. നാട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, പെട്ടെന്നുള്ള ഹർത്താൽ കാരണം ഇന്ന് സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന കാര്യം അറിയിച്ചുകൊള്ളുന്നു. എനിക്ക് രോമാഞ്ചം വരുന്നതാ. രോമാഞ്ചമേ അത് സ്കൂള്, ഇത് വീട്. ഇങ്ങോട്ട് പോണ ടെസ്റ്റ് പേപ്പർ എഴുതാൻ.